Hi, my name is Deepthi. I am from Needus Academy. In this lesson, I am going to discuss if you need an overview or a conclusion for your writing task 1. ബേസിക്കലി സ്റ്റുഡൻസിൻ്റെ ഒരു കൺഫ്യൂഷനാണ് റൈറ്റിംഗ് ടാസ്ക് 1-ൽ ഓവർവ്യൂ ആണോ കൺക്ലൂഷൻ ആണോ എഴുതേണ്ടത്, അല്ലെങ്കിൽ ഓവർവ്യൂവും കൺക്ലൂഷനും എഴുതണോ? No, there is no need to write conclusion in your writing task 1. So let's discuss about the main questions that students are looking for. The first one, do I need to write a conclusion in writing task 1? No, absolutely no. There is no need to write a conclusion for your writing task 1. Basically, conclusion എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ഒരു സമ്മപ്പാണ്. So, conclusion is a paragraph. It's stating or repeating the ideas which we already mentioned in the main body paragraph. There is no need of a repetition like that in your writing task 1. So, you should not write a conclusion in your writing task 1. Then, second question, what is an overview? എന്താണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്? ഓവർവ്യൂ ഇസ് എ പാരഗ്രാഫ് വിച്ച് ഈസ് സ്റ്റേറ്റിംഗ് ദി മെയിൻ ഐഡിയാസ് ഓർ ദി കീ പോയിൻറ്റ്സ് റിഗാർഡിംഗ് ദി ക്വസ്റ്റ്യൻ. ഒരു ചാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ക്യാൻ ബി എ ടേബിൾ ചാർട്ട്, അതൊരു ബാർ ചാർട്ട് ആയിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള ടാസ്ക് 1 ക്വസ്റ്റ്യൻ്റെ കീ ഐഡിയാസിനെ എല്ലാം സ്ട്രക്ചർ ചെയ്യുന്ന ഒരു പാരഗ്രാഫാണ് ഓവർവ്യൂ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ഇൻഫർമേഷനോ അതൊരു വലിയ പാരഗ്രാഫോ പോലെ വേണ്ട. യു ഓൺലി നീഡ് ടു മെൻഷൻ ദി കീ ഐഡിയാസ് ഓർ ദി ജനറൽ ട്രെൻഡ് റിഗാർഡിംഗ് ദി ക്വസ്റ്റ്യൻ. So, overview is very much critical to write in writing task 1. Then next question, is it important to write an overview? Yes, you should definitely write an overview paragraph in your writing task 1 because it will comes under the criteria task achievement. If you want to score a good band in your writing, definitely you should write an overview section in task 1. അത് മെയിൻ ഐഡിയാസും ജനറൽ ട്രെൻഡ് അല്ലെങ്കിൽ കീ ഫീച്ചേഴ്സിനെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു സ്മോൾ പാരഗ്രാഫ് ആയിരിക്കണം നിങ്ങളുടെ ഓവർവ്യൂ. ഇറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ ടു റൈറ്റ് ഇൻ ടാസ്ക് 1. ടാസ്ക് 1 എഴുതുമ്പം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്ട്രക്ചറിൽ സെക്കൻഡ് പാരഗ്രാഫിൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ആഫ്റ്റർ റൈറ്റിംഗ് ദി ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, ഓൾവേസ് ട്രൈ ടു പുട്ട് യുവർ ഓവർവ്യൂ സെക്ഷൻ. Then the last question, do I need to write overview and conclusion in writing task 1? No, absolutely no. You don't need to club these together in your writing task 1. Basically, these two topics are entirely different and overview will comes under task 1 and conclusion will comes under task 2. There is no need of mixing up these ideas in a particular task. Overview എപ്പോഴും ടാസ്ക് 1-ൻ്റെ ക്രൈറ്റീരിയയിൽ വരുന്നതാണ്. കൺക്ലൂഷൻ ടാസ്ക് 2-ലും. ആദ്യം പറഞ്ഞ പോലെ തന്നെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഐഡിയാസിനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഐഡിയാസിനെ എപ്പോഴും ഇങ്ങനെ ഓവർവ്യൂയിലും കൺക്ലൂഷനുമായിട്ട് ടാസ്ക് 2-ൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്റ്റ് ദി സ്കോർ ഫോർ യുവർ കൊഹിഷൻ ആൻഡ് കൊഹറൻസ്. അങ്ങനെയുള്ളൊരു റെപ്പറ്റീഷൻ നമുക്ക് ടാസ്ക് 1-ൽ വേണ്ട. സോ ടാസ്ക് 1-ൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ, ബോഡി 1 ആൻഡ് ബോഡി 2 എന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഇതായിരിക്കണം നിങ്ങൾ ടാസ്ക് 1-ൽ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം. ടാസ്ക് 2-ലേക്ക് വരുമ്പോഴാണ് കൺക്ലൂഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത്. അവിടെയായിരിക്കും നമ്മൾ ഐഡിയാസിനെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നത്. സോ യു ഡോണ്ട് നീഡ് ടു ക്ലബ് ദീസ് ടുഗെദർ ഇൻ യുവർ റൈറ്റിംഗ് ടാസ്ക് 1. ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് യു. വിദേശ വിദ്യാഭ്യാസമാണോ നിങ്ങളുടെ ലക്ഷ്യം? IELTS ഈസിയായി ക്രാക്ക് ചെയ്യാം നീതൂസ് അക്കാഡമിയിലൂടെ.